കോഴിക്കോട് വടകരയിൽ വൻ തീപിടുത്തം. കരിമ്പനപാലത്ത് പ്ലൈവുഡ് ഉത്പന്നങ്ങൾ വിൽക്കുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 6:30യോടെയാണ് സംഭവം. വടകരയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദിലിഷ, ഈ തീ അണയ്ക്കൽ എത്രത്തോളമായി, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? അറബിയോടാണ് സംഭവം ഉണ്ടായത്. ഈ പ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന B2 ഹോംസ് ഹാർഡ്വെയർസ് ആൻഡ് ലോക്സ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പ്ലൈവുഡ്, മൈക്ക, വിനായൽ ലോക്ക് ഉൾപ്പെടെ തുടങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലാണ് തീപിടുത്തം. ഈ വഴിയാത്രക്കാരാണ് ഈ രാവിലെ 6:30യോടുകൂടി നടക്കാനിറങ്ങിയ ആളുകളാണ് ഈ കടയിൽ നിന്ന് പുക വരുന്നത് കണ്ടത്. ഉടനെ തന്നെ ഇവർ തൊട്ടടുത്ത വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അഗ്നിരക്ഷാസേനയെ ഉടനെ വിവരം അറിയിച്ചു. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. വടകര പോലീസ് ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. വടകരയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടാതെ കൊയിലാണ്ടിയിൽ നിന്നും ഫയർ എഞ്ചിനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. എന്നാൽ ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏകദേശം തീ നിയന്ത്രണ വിധേയമായി എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആതിര, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന്.